ഔദ്യോഗികമായ രീതിയിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ള ഒരു ചർച്ച എന്ന അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയാണ്. പലതവണ അവരിത്തരം വിഷയങ്ങളുമായി എൻ്റെ ഓഫീസിൽ വരാറുണ്ട്. ഒരു 4 or 5 തവണ ഇതിന്റെ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. സമരസമിതിയുടെ ഭാരവാഹികളും പിന്നെ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ അവർ വെക്കുന്ന നിർദ്ദേശങ്ങളുടെ പ്രായോഗികത സംബന്ധിച്ച് നമുക്കൊരു പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അതിന് പല വിധത്തിലുള്ള ഇമ്പാക്റ്റുകളുണ്ട്. എന്നാൽ അവരുടെ സമരത്തോടും ആ കുട്ടികൾ പറയുന്ന കാര്യങ്ങളോടും ഞങ്ങൾക്ക് നല്ല അനുഭവമാണുള്ളത്. പക്ഷെ അത് പരിഹരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലെ മറ്റു പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇന്നിവിടെ നടക്കുന്ന ഈ സമരം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന സമരം, അതിനിടയിൽ സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു കത്ത് കൊടുത്തയച്ചിരുന്നു. അപ്പം അന്ന് ചർച്ച ചെയ്യാനൊരു അവസരം ഉണ്ടാകണം എന്ന് അവരാവശ്യപ്പെട്ടു കത്ത് കൊടുത്തപ്പോൾ. അപ്പം അതുപ്രകാരമാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ചർച്ചയിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ തുറന്ന സമീപനമാണുള്ളത്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സൗകര്യം കിട്ടുന്നത് തടയണമെന്നൊരു കാഴ്ചപ്പാടേ ഇല്ല. പക്ഷേ നിലവിലുള്ള നോംസും നിയമങ്ങളും ഒക്കെ പരിഗണിച്ചല്ലേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ചർച്ചയിൽ ഞങ്ങൾ അവരോട് സൂചിപ്പിക്കും. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യാം. എന്നാലും ഇതിന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് സാവകാശമാണ് ചോദിച്ചത്. സമരം നിർത്തിവെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഇന്നത്തെ ചർച്ചയിൽ വരും. അല്ല, അങ്ങനെ ചർച്ചയിൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇപ്പൊ നിങ്ങൾ മുൻകൂട്ടി ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ചർച്ചയിൽ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. സാവകാശവും വേണ്ടതല്ലേ. ഞങ്ങള് ഇപ്പൊ ഇതേ സമരം കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുമ്പിൽ നടന്നാണ്. ഇന്ന് ഈ സമരത്തിന്റെ അടുത്ത് പോയിട്ട് വലിയ വർത്തമാനം പറയുന്ന ആളുകൾ അന്നാണ്ട് പരിഹരിച്ചു കൊടുത്താൽ പോരായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാത്ത സമരമാണ്. എന്നിട്ട് ഇപ്പൊ പോയിട്ട് അവിടുന്ന് റീൽസ് ഒക്കെ എടുത്തിട്ട് ഇതിപ്പോ പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ 3 മാസം മുമ്പ് നിങ്ങൾക്ക് പരിഹരിക്കായിരുന്നല്ലോ. അല്ല ഞാനത് ഇവിടെ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. അതിനുള്ള മറുപടിയാണ്. വേറെ ഇപ്പൊ നമ്മളൊന്നിലേക്കും കിടക്കണ്ട. ഓക്കെ, ശരി.